നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. പുനലൂരിൽ ബാർ ഹോട്ടലിന് സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നുവെന്ന ആക്ഷേപം. അന്വേഷണത്തിന്റെ ഭാഗമായി അടപ്പിച്ച ഹോട്ടൽ വീണ്ടും തുറന്നു. UDF നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത്. പുനലൂരിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ബാർ ഹോട്ടലിന്റെ പരിസരവാസികൾ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ബാർ പൂട്ടുകയോ പ്രവേശന കവാടം മാറ്റുകയോ ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം. നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് നികുതി ഈടാക്കുന്നതിലെ അശാസ്ത്രീയത കർഷക തൊഴിലാളികളെയും റബ്ബർ കർഷകരെയും ദുരിതത്തിലാഴ്ത്തുന്നതിനൊപ്പം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം കുറയാനും വഴിയൊരുക്കുന്നുവെന്ന് MP NK പ്രേമചന്ദ്രൻ. സപ്ലൈകോയുടെ അധീനതയിലുള്ള മാവേലി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 15 ലക്ഷത്തിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ അസിസ്റ്റന്റ് മാനേജർ 5 വർഷത്തിനു ശേഷം പിടിയിൽ. വാർത്തകൾ വിശദമായി. പുനലൂരിൽ ബാർ ഹോട്ടലിനു സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നുവെന്ന് ആക്ഷേപം. അന്വേഷണത്തിന്റെ ഭാഗമായി അടപ്പിച്ച ഹോട്ടൽ വീണ്ടും തുറന്നു. UDF നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പുഴുവരിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സംഭവമറിഞ്ഞെത്തിയ പുനലൂർ SI ബെന്നി ലാലുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ദ്രുതഗതിയിലാക്കി. മൃതശരീരത്തിനടുത്തുനിന്ന് പോലീസ് നായ മണം പിടിച്ചു ചെന്നത് സമീപത്തെ ബാർ ഹോട്ടലിന്റെ ജനറേറ്റർ റൂമിനടുത്താണ്. ഇവിടെ പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതശരീരത്തിൽ കാണപ്പെട്ട അതേ പുഴുക്കളും ദുർഗന്ധവും അനുഭവപ്പെട്ടു. സ്ഥലത്തുണ്ടായിരുന്ന ഫോറൻസിക് വിദഗ്ധർ 2 സാമ്പിളുകളും ഒന്നാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥലത്തെത്തിയ റൂറൽ SP S സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. മനസ്സിലാക്കുന്നത് ഡെഡ് ബോഡി ഇത് ആരോ കൊലപാതകം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള എവിഡൻസ്. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കഴുത്തിൽ എന്തോ കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് കൊലപാതകമാണെന്നുള്ളതാണ് ഏകദേശം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ലെവലിൽ ഇത് അന്വേഷിക്കുന്നുണ്ട്. DYSP റാങ്കിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും സ്പോട്ടിലെത്തിയിട്ടുള്ളത്. ഇവിടെ തൊട്ടടുത്തുള്ള ഈ ഹോട്ടലിൽ അവിടെ ജനറേറ്റർ റൂമിൻ്റെ അവിടെയും ഇതിൻ്റെ അവിടെ ഈ ബോഡി ഉണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് തോന്നി ആ ഷെഡിൽ. അപ്പോൾ അത് ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലിൻ്റെ അകത്തും പുറത്തുമെല്ലാം റൂമുകളും എല്ലാം തന്നെ ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായോ, പുറത്തെന്തെങ്കിലും സംഭവം ഉണ്ടായോ, അതിനുശേഷം ഇവിടെ കൊണ്ടിട്ടതാണോ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് പുറത്തു കൊണ്ടിട്ടതാണോ, അങ്ങനെ തോന്നിയിട്ടുള്ള വിശദമായിട്ട് അന്വേഷിച്ചു. സംശയം ഇവിടെ ഈ കോമ്പൗണ്ടിനുള്ളിൽ ഈ ബോഡി കിടന്നതായിട്ട്, അവിടെ കിടക്കുന്നതിന് മുമ്പ് കിടന്നതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഹോട്ടലിൽ ഇവിടെ വെച്ച് വല്ലതും സംഭവിച്ചോ, വേറെ ആരെങ്കിലും കൊണ്ടിട്ടതാണോ, അത് ഇവിടെ വെച്ചാണോ, ഇതിനകത്ത് വല്ലതുകൊണ്ടോ, ഇതിനകത്ത് വെച്ച് സംഭവിച്ചോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനാണ് തൽക്കാലം ഇവിടെയുള്ള എംപ്ലോയീസിനെയും ഇവിടെയുള്ള ആളുകളെയും ബാക്കി ഞങ്ങൾ മുഴുവൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഹോട്ടലിൻ്റെ ഓരോന്നും തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തൽക്കാലം അടച്ചിടാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നിട്ട് മുഴുവൻ ഞങ്ങൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്, മുഴുവൻ എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കൊലപാതകമാണെന്ന് SP സ്ഥിരീകരിക്കുമ്പോഴും കൊല്ലപ്പെട്ടതാര്, ആരാണ് കൊന്നത്, എവിടെ വെച്ച് കൊന്നു, എന്തിനു കൊന്നു തുടങ്ങിയ ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ അടച്ചിടാൻ SP നിർദ്ദേശിച്ചിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ബാർ വീണ്ടും തുറന്നു. ബാർ വീണ്ടും തുറക്കാനുണ്ടായ സാഹചര്യം പോലീസ് വ്യക്തമാക്കുന്നുമില്ല. അന്വേഷണം എവിടെ വരെ എത്തിയെന്നോ ഇനി ഏതു വഴിക്കാണ് അന്വേഷിക്കുന്നതെന്നോ പോലീസ് ശക്തമായ നിഗമനത്തിലെത്താതെ മരിച്ച ആളെ തിരിച്ചറിയാത്തതിനാൽ ആ പഴുതു നോക്കി കൊലപാതകം എഴുതിത്തള്ളാനുള്ള ശ്രമം നടക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് തുടർ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ പോലീസും ബാറുടമയും തമ്മിൽ ഒത്തുകളിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായും സാധാരണക്കാരുടെ മനസ്സിൽ ഭയമുളവാക്കുന്ന ഈ സംഭവത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരാൻ പോലീസ് ആർജവം കാണിക്കണമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ പറഞ്ഞു. ഇവിടുത്തെ ചില ഉന്നത ആളുകളുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ കൊലപാതകത്തെക്കുറിച്ച് അതിശക്തമായ ഒരു അന്വേഷണത്തിന് എന്തുകൊണ്ടോ ഇവിടുത്തെ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. പൊതുജനങ്ങളുടെ സാമൂഹിക പ്രവർത്തകരുടെ ഇടയിലും ഒക്കെ അതിശക്തമായ പ്രതിഷേധം കഴിഞ്ഞ 2 ദിവസമായി നിലനിൽക്കുന്നു. കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുണ്ട് എന്നുള്ളത്. ഇതൊരു അന്വേഷണ പ്രഹസനമാണ് എന്ന് ആ പൊതുജനങ്ങൾക്ക് തോന്നാനുണ്ടായ പ്രധാനമായ ഒരു കാരണം ബഹുമാന്യനായ കൊല്ലം റൂറൽ SP ശ്രീ സുരേന്ദ്രൻ അവർ ഇവിടെ വന്ന് മാധ്യമക്കാരോടും പത്രക്കാരോടും വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത് ഇതൊരു കൊലപാതകമാണെന്നും ഇത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബലമായ ചില സംശയങ്ങളുണ്ടെന്നും ആ സംശയങ്ങൾ പൊതുജനങ്ങളിൽ ധ്രുവീകരിക്കുന്നത് വരെ ഇപ്പോൾ അടച്ചിടാൻ നിർദ്ദേശം കിട്ടിയിരിക്കുന്ന ഈ കുമാർ ബാർ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം ശക്തമായ ഭാഷയിൽ മാധ്യമങ്ങളോടും പത്രക്കാരോടും പറഞ്ഞതാണ്. പക്ഷേ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നയപരിപാടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇതെങ്ങനെ തുറന്നു എന്നെനിക്കറിയില്ല.
എന്തായാലും അതിൽ ഒത്തുകളിയും ദുരൂഹതയുമുണ്ട് എന്ന് പോലീസിനെ സംശയിക്കുന്ന ജനങ്ങളെ കുറ്റം പറയാൻ സാധ്യമല്ല. TB ജംഗ്ഷനിലെ ഈ ബാറിനെ കേന്ദ്രീകരിച്ച് മുമ്പും പല കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പോലീസിന്റെയും മാനേജ്മെന്റിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ട് മൂലം എഴുതിത്തള്ളുകയായിരുന്നുവെന്ന ആക്ഷേപമുണ്ട്. കാര്യങ്ങൾ ഇത്തരത്തിൽ വഷളാകുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ ബഹുജന സമരത്തിന് മുൻപിൽ മറ്റ് കൊലപാതകങ്ങൾ കൂടി പോലീസിന് അന്വേഷിക്കേണ്ടി വരും. ഇതുവരെയും ചത്തതാരാന്ന് ചോദിച്ചാൽ കൊന്നവനാന്ന് പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരം സംഭവങ്ങൾ നേരത്തെയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും വ്യക്തമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ വ്യക്തമായ നിലയിൽ ഈ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി അവരെ ശിക്ഷിക്കപ്പെടണം. കൊലപാതകം നടന്ന അടുത്ത ദിവസം സ്ഥലത്തെത്തി റൂറൽ SP നടത്തിയത് അന്വേഷണ പ്രഹസനമായിരുന്നുവെന്ന് ഇടമൺ ഇസ്മയിൽ ആരോപിച്ചു. ദിവസവും രാവിലെ ബാർ ഹോട്ടലിലെത്തി പോലീസ് നടത്തുന്ന പരേഡ് ആരെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ആ വ്യഗ്രത പോലീസിന്റെ മുഖത്ത് പ്രകടമാണ്. ആദ്യം കാണിച്ച ശുഷ്കാന്തി ഇപ്പോഴില്ലെന്നും ഇടമൺ ഇസ്മയിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഒരു 4-5 ദിവസമായി എന്നും രാവിലെ ഈ കുമാർ പാലസിൽ പോലീസിന്റെ ഒരു പട ഇങ്ങനെ നിലനിൽക്കുന്നത് കാണാം. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ആവശ്യമില്ലാത്ത പ്രദേശങ്ങളിൽ പോകുന്നു, ആവശ്യമില്ലാത്ത ആളുകളെ ചോദ്യം ചെയ്യുന്നു. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിന് പോലീസ് ജാഗ്രതയോടുകൂടി ഉള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നും ഇത് പോലീസ് എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്നും ഈ അവരുടെ ഈ വെപ്രാളം പിടിച്ച അന്വേഷണത്തിനിടയിൽ പൊതുജനങ്ങൾക്കും നോക്കിക്കാണുന്ന ആളുകൾക്കും എല്ലാം ഇത് പരസ്യമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂരിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ബാർ ഹോട്ടലിന്റെ പരിസരവാസികൾ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ബാർ പൂട്ടുകയോ പ്രവേശന കവാടം മാറ്റുകയോ ചെയ്യാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ റൂറൽ SPയോട് ആവശ്യപ്പെട്ടു. ബാറിലെ ജീവനക്കാരും മദ്യപാനികളും നിരത്തിലിറങ്ങി തല്ലുണ്ടാക്കുന്നത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതായും അശ്ലീലം പറച്ചിലും അശ്ലീല പ്രദർശനവും മൂലം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇതുവഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും സംഘടിച്ചെത്തിയവർ റൂറൽ SP S സുരേന്ദ്രനെ ബോധ്യപ്പെടുത്തി. ബാർ ആരംഭിച്ചതിനു ശേഷം ഇതിനടുത്തായി നിരവധി കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും അതൊന്നും ഇതുവരെ പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. 5 കൊലപാതകം നടന്നു. 1, 2 ആയപ്പം ഈ ബാറുകാർ അന്വേഷിച്ചിട്ടില്ല. ഇപ്പൊ 5ാമത്തെ കൊലപാതകം. ആദ്യം അന്വേഷിച്ചെങ്കിൽ ഇങ്ങനെ വരത്തില്ല. എനിക്ക് 2 മക്കളാ. +2 പഠിക്കുന്നതെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന്. കൊച്ചുങ്ങൾക്ക് ഇതിലെ ഞങ്ങൾ നേരം വെളുത്ത് ജോലിയും കഴിഞ്ഞ് 7 മണി മുതൽ 9 മണി വരെ ആ കട മുതൽ ജനം നിൽക്കാൻ തുടങ്ങുന്ന അങ്ങ് വരെ. ഈ ആണുങ്ങൾക്കാണെങ്കിൽ ഒരു ഇതില്ല. കുറെ അമ്മമാരെ കുടിച്ചിട്ട് വന്ന് പെണ്ണുങ്ങളെ കാണുന്നുണ്ട്. അമ്മമാരെ മുണ്ടങ്ങ് ഉരിക്കുക. മുണ്ടുരിയൊക്കെ ഞവിടെ വെക്കും. ഞങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം? ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി പറ്റും. അല്ലെങ്കിൽ ബാർ അടച്ച് വഴിയാ മുൻവശത്താക്കണം. അല്ലെങ്കിൽ ഇവിടെ ബാർ പറ്റത്തില്ല. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടേ പറ്റത്തുള്ളൂ. പ്രശ്നം എക്സൈസിന്റെ മുന്നിലാണ് അവതരിപ്പിക്കേണ്ടതെന്നും ബാർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അനുമതി എക്സൈസ് ആണ് നൽകുന്നതെങ്കിലും ക്രമസമാധാന പ്രശ്നം പരാതിയിൽ ഉയർന്നു വന്നതിനാൽ വേണ്ട നടപടി സ്വീകരിക്കാമെന്നും റൂറൽ SP ഉറപ്പു നൽകി. ഞങ്ങളുടെ ബാർ ഞങ്ങളുടെ അധികാര പരിധിയിൽപ്പെട്ടതല്ലെങ്കിൽ പോലും ഞങ്ങൾ ബന്ധപ്പെട്ടവരെ ബാർ വന്നതിന് ശേഷം സാറേ ഒരു 4 കൊലപാതകങ്ങൾ 4 കൊലപാതകത്തിന് ഈ ബാറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പരിസരത്ത് നടന്ന കൊലപാതകം. ഈ 4 കൊലപാതകത്തിൽ യാതൊരു വിധമായ അന്വേഷണവും നടന്നിട്ടില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ പല പ്രാവശ്യങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ 100-300 കുടുംബക്കാർ താമസമുണ്ട്. എല്ലാരും ജോലിക്ക് പോകുന്നവരാ. 2 കൂടെ സ്കൂളിൽ പോയി 2 പ്രാവശ്യം വന്നപ്പോൾ കുഞ്ഞിനോട് വെച്ചിട്ട് കാണിക്കും. ഇവിടെ കാണിച്ചു. ഞാൻ പിന്നെ എന്ന് വൈകിട്ട് ദൈവത്തെ ഒന്നീ വാതിൽ ഇവിടുന്ന് മാറ്റുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സപ്ലൈകോയുടെ അധീനതയിലുള്ള മാവേലി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 15 ലക്ഷത്തിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ അസിസ്റ്റന്റ് മാനേജർ 5 വർഷത്തിനു ശേഷം പോലീസ് പിടിയിൽ. പുനലൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള മാവേലി മെഡിക്കൽ സ്റ്റോറിൽ 2007 ഏപ്രിൽ 1 മുതൽ 2008 നവംബർ 12 വരെയാണ് തട്ടിപ്പ് നടന്നത്. പുനലൂർ കോമളംകുന്ന് അനുഗ്രഹയിൽ റിച്ചാർഡ് S ഓസ്റ്റിൻ ആണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. ഇയാൾ അസിസ്റ്റന്റ് മാനേജറായിരുന്ന കാലയളവിൽ 15,90,87 രൂപയുടെ തട്ടിപ്പ് നടന്നതായി ഇന്റേണൽ ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സപ്ലൈകോ അധികൃതർ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസ് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോയി. ഇതിനിടെ വകുപ്പുതല അന്വേഷണം നടത്തി 3 വർഷം മുമ്പ് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. വെള്ളിയാഴ്ച ഇയാൾ പുനലൂരിലെ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് റൂറൽ SP S സുരേന്ദ്രന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി NA ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ CI KS അരുൺ, SI ML ബെന്നിലാലു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുട്ടികളുമായി സ്വർണ്ണക്കടയിലെത്തി കവർച്ച നടത്തിയ സ്ത്രീയെ CCTV ക്യാമറ കുടുക്കി. പുനലൂർ നഗരസഭയുടെ 7 നില ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കടയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. മോതിരമാണ് എടുത്തിട്ടുണ്ട്.
ഐക്യരക്കോണം സ്വദേശിയായ സ്ത്രീയും 2 കുട്ടികളുമാണ് സ്വർണ്ണക്കടയിലെത്തിയത്. വെള്ളി ആഭരണം വിൽക്കാനെന്ന വ്യാജേനയാണ് ഇവർ എത്തിയത്. കടയുടമയ്ക്ക് വിൽക്കാനുള്ള സാധനം കൈമാറുന്നതിനിടെ 1 സെക്കൻഡ് കൊണ്ടാണ് മോഷണം നടത്തിയത്. 9,000 രൂപ വില വരുന്ന 3 ചെറിയ മോതിരങ്ങളാണ് മോഷ്ടിച്ചത്. ഇത് TB ജംഗ്ഷനിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ പിന്നീട് ഇവർ പണയം വയ്ക്കുകയും ചെയ്തു. വൈകിട്ടോടെയാണ് മോഷണം നടന്ന വിവരം കടയുടമ അറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ആളെ മനസ്സിലാക്കി വീട്ടിലെത്തി വിവരം ആരാഞ്ഞപ്പോൾ അവർ നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് പുനലൂർ പോലീസിൽ പരാതി നൽകി. പ്രതിയെ പിടികൂടിയ പോലീസ് കടയിലെത്തി തെളിവെടുപ്പ് നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് നികുതി ഈടാക്കുന്നതിലെ അശാസ്ത്രീയത കർഷക തൊഴിലാളികളെയും റബ്ബർ കർഷകരെയും ദുരിതത്തിലാഴ്ത്തുന്നതിനൊപ്പം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം കുറയാനും വഴിയൊരുക്കുന്നുവെന്ന് MP NK പ്രേമചന്ദ്രൻ. ഈ നടപടി രാജ്യത്തിന്റെ നട്ടെല്ല് തകർക്കുമെന്നും MP പറഞ്ഞു. ഇന്ന് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും രാജ്യത്ത് പൊതുവെയും സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നിങ്ങൾക്കറിയാം, 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഡിപ്പോസിറ്റ് ഉണ്ടായി ശരാശരി 15,000 രൂപയിൽ അധികം പ്രതിവർഷം പലിശ ലഭിക്കുന്ന ഇടപാടുകാരുടെ മുഴുവൻ റിട്ടേൺസ് ഇൻകം ടാക്സിന് വിധേയമാക്കണമെന്ന ഒരു നിബന്ധന കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങളിലെ ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. വലിയ പ്രയാസം. കാരണം 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻകം റിട്ടേൺസും ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പാവപ്പെട്ട റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ തരത്തിലുള്ള ഇൻകം ടാക്സ് റിട്ടേൺസ് കൊടുക്കണമെന്ന വ്യവസ്ഥ നിലവിലുള്ളത് കൊണ്ട് തന്നെ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്താൻ വിസമ്മതിക്കുന്ന വൈമനസ്യം കാണിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല് തകർക്കും. പുനലൂർ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ബാങ്ക് പ്രസിഡന്റ് ഭാരതീപുരം ശശി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി A. ഷാനവാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ KK കൃഷ്ണപ്രസാദ്, PNS ഗ്രൂപ്പ് മേധാവികളായ S. ഭാനുവിക്രമൻ, S. വിജയചന്ദ്രൻ, ദീനാശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ RV അശോകൻ, ആയുർവേദ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ K. ശിവദാസ്, സെന്റ് തോമസ് സ്കൂൾ മാനേജർ ജേക്കബ് K. തോമസ് തുടങ്ങിയവരെ ചടങ്ങിൽ MP ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം പട്ടണവും പിറവന്തൂർ മേഖലയും കേന്ദ്രീകരിച്ച് പുതിയ കുടിവെള്ള പദ്ധതി പ്രവർത്തനം തുടങ്ങി. MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം പിറവന്തൂർ മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്കാണ് പുതിയ കുടിവെള്ള പദ്ധതി പ്രയോജനം ചെയ്യുക. ഇതുവരെ കല്ലുംകടവ് തോടിനോട് ചേർന്നുള്ള കുടിവെള്ള സംഭരണിയിൽ നിന്നാണ് പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള കുടുംബങ്ങൾക്ക് വെള്ളം ലഭിച്ചിരുന്നത്. പ്രാകൃതമായ ശുദ്ധീകരണ രീതിയിൽ ഇവിടെ നിന്ന് വിതരണം ചെയ്തുവന്ന കുടിവെള്ളം മലിനമായിരുന്നു. പുതിയ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമായത്. പുതിയ പദ്ധതിയിൽ നിന്ന് പട്ടണത്തിലെ 500-ലധികം വീടുകൾക്കാണ് തൽക്കാലം കണക്ഷൻ നൽകിയിട്ടുള്ളത്. ഇനി അത് 10,000-കണക്കിന് കുടുംബങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കുര്യോട്ടുമല പ്ലാന്റിൽ ശുദ്ധീകരിക്കുകയും പത്തനാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ ടാങ്കിൽ നിറയ്ക്കുകയും ചെയ്യുന്ന ജലമാണ് ഇനി ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. പത്തനാപുരം കുടിവെള്ള പദ്ധതിയിലേക്ക് കുര്യോട്ടുമല പദ്ധതിയിൽ നിന്ന് വെള്ളം ഇന്ന് മുതൽ വിതരണം ചെയ്തു തുടങ്ങി. വളരെ വർഷമായി നമ്മൾ കടയ്ക്കാമണലിലെ തോട്ടിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തത്. കഴിഞ്ഞ ദിവസം ചവർ സംസ്കരണശാലയെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോഴും പ്രധാനമായ വിഷയം ചന്തയിലെയും മറ്റ് മാലിന്യങ്ങൾ കല്ലിങ്കടവ് തോട്ടിലേക്ക് വന്ന് ചാടുക. അപ്പോൾ കല്ലിങ്കടവ് ചാടുന്ന തോട്ടിലെ വേസ്റ്റ് മാലിന്യങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇന്നോടുകൂടി അവസാനിക്കുകയാണ്. അവിടെ നിന്ന് കുര്യോട്ടുമലയിൽ നിന്ന് ശുദ്ധീകരിച്ചു വരുന്ന വെള്ളം, പ്ലാന്റിൽ നിന്ന് ശുദ്ധീകരിച്ചു വരുന്ന വെള്ളം ഇന്ന് മുതൽ പത്തനാപുരത്തെ 500-ലധികം കണക്ഷനുകളിൽ ലഭ്യമായി തുടങ്ങും. പഴയ കണക്ഷൻ നിലവിൽ 400-ലധികം കണക്ഷൻ ഇപ്പോൾ വന്നു. കുര്യോട്ടുമല പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ കണക്ഷൻ 400-ലധികം വന്നിട്ടുണ്ട്. അതുപോലെ പഴയത് 500 ഏതാണ്ട് 1000-ഓളം കണക്ഷനുകൾ ഇപ്പോൾ 1000-ഓളം ഉപഭോക്താക്കൾക്ക് പത്തനാപുരത്ത് ഇന്ന് മുതൽ കുര്യോട്ടുമല പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കുക. ശുദ്ധീകരിച്ച വെള്ളമാണ്. ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇന്നിപ്പോൾ 1.5 കിലോമീറ്റർ ദൂരം മെയിൻ റോഡിൽ നിന്ന് പൈപ്പിട്ടു. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. വെള്ളത്തിന് യാതൊരു കുറവുമില്ല. ധാരാളം വെള്ളത്തിന് ഒരു കുറവും വരാത്ത രീതിയിൽ ഈ ടാങ്കിൽ നിന്നും വെള്ളം ജനങ്ങൾക്ക് ലഭിക്കും. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരായ വിജയകുമാർ, സോണി, ജനപ്രതിനിധികളായ ഉസ്മാൻ സാഹിബ്, റോയ് ജി ജോർജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാലം ചെയ്ത ദിദിമോസ് പ്രഥമൻ വലിയ ബാവ വിശ്വപൗരനായിരുന്നുവെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ. പത്തനാപുരം മൌണ്ട് താബൂർ ദേറയിൽ വലിയ ബാവ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തായിരിക്കണം ഒരു വിഷയം, എന്താണ് ഒരു സഭാ മേലധ്യക്ഷൻ, എന്താണ് എന്ന ഒരു വാചകത്തിൽ ആ ഒരു പേരിൽ
He is the real representative of spirituality. He is the real symbol. ഒരു ഉത്തമ മാതൃകയായി ഒരു ആധ്യാത്മിക നേതാവിന് അതിനേക്കാൾ മുകളിലേക്ക് പോകാൻ കഴിയും എന്നെനിക്ക് സംശയം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ചടങ്ങിൽ അധ്യക്ഷനായി. മൌണ്ട് താബോർ ദേറ സെക്രട്ടറി റവറൻ ഫാദർ കെ.വി. പോൾ, ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രൊഫസർ റവറൻ ഫാദർ ഒ. തോമസ്, കൊച്ചി ഭദ്രാസനാധിപൻ ഡോക്ടർ യാക്കൂബ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത, അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത, ദയറ സുപ്പീരിയർ സിഒ ജോസഫ് റംബാൻ, സഭാ വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ ജോർജ് ജോസഫ്, പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി ഡാനിയൽ, പത്തനാപുരം മൌണ്ട് താബോർ ഹെഡ് മാസ്റ്റർ വി ഡാനിയൽ കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കഴുതുരുട്ടി 13 കണറ പാലത്തിനു സമീപം ആംബുലൻസ് വാൻ ആറ്റിലേക്ക് മറിഞ്ഞു. ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം. ദേശീയപാതയിൽ നിന്നും 30 അടി താഴ്ചയിലേക്കാണ് ആംബുലൻസ് മറിഞ്ഞത്. റോഡിൽ നിന്ന് നിയന്ത്രണം വിട്ട ആംബുലൻസ് മരത്തിലിടിച്ച് ആറ്റിൽ വെള്ളം കയറാത്ത ഭാഗത്ത് വീഴുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ പത്തനാപുരം കടക്കാമൺ കോളനി സ്വദേശി സന്തോഷിനെ നിസാര പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാൾ അമിതമായി മദ്യപിച്ചിരുന്നതായി പോലീസ് പറയുന്നു. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതിനാലാണ് കൂടുതൽ പരിക്ക് പറ്റാതിരുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഇടപ്പാളയത്തേക്ക് മൃതദേഹവുമായി എത്തി മടങ്ങുമ്പോഴായിരുന്നു അപകടം. ആംബുലൻസിലുണ്ടായിരുന്ന മൊബൈൽ മോർച്ചറി പൂർണ്ണമായും തകർന്നു. അതേസമയം ആംബുലൻസ് വാഹനങ്ങൾ നിരത്തുകളിൽ പോലീസ് പരിശോധിക്കാത്ത ാണ് ഇത്തരത്തിൽ ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രോഗികളില്ലാത്ത സമയത്തും ആംബുലൻസുകൾ പരിശോധിക്കാറില്ല. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. മാലിന്യ പ്രശ്നത്തിന് പരിഹാരമടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി പ്രവർത്തകർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക, പത്തനാപുരത്ത് പൊതുശ്മശാനം നിർമ്മിക്കുക, അയ്യപ്പ ഭക്തർക്കായി കല്ലുംകടവിൽ ഇടത്താവളം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബിജെപി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഓഫീസിനുള്ളിൽ 2 മണിക്കൂറോളം തടഞ്ഞുവച്ചത്. പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് സമയബന്ധിതമായി പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ബി ജോസ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ച് പിരിഞ്ഞു. സെക്രട്ടറിയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് ബിജെപി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ രാജഗോപാൽ പറഞ്ഞു. സേതു നെല്ലിക്കോട്, ജില്ലാ കമ്മിറ്റി വിളക്കുടി ചന്ദ്രൻ, കറവൂർ കണ്ണൻ, ജി ഉണ്ണികൃഷ്ണൻ, സുഗു പി ഉണ്ണിത്താൻ, ബാബു വെട്ടിക്കവല, എൻ സദാശിവൻ, പുന്നല അനിൽകുമാർ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ ബാർ ഹോട്ടലിന് സമീപം മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇഴയുന്നുവെന്ന ആക്ഷേപം. അന്വേഷണത്തിന്റെ ഭാഗമായി അടപ്പിച്ച ഹോട്ടൽ വീണ്ടും തുറന്നു. UDF നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത്. പുനലൂരിൽ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ബാർ ഹോട്ടലിന്റെ പരിസരവാസികൾ പ്രതിഷേധവുമായി തടിച്ചുകൂടി. ബാർ പൂട്ടുകയോ പ്രവേശന കവാടം മാറ്റുകയോ ചെയ്യണമെന്ന നാട്ടുകാരുടെ ആവശ്യം. നിക്ഷേപത്തിന്റെ പലിശയ്ക്ക് നികുതി ഈടാക്കുന്നതിലെ അശാസ്ത്രീയത കർഷക തൊഴിലാളികളെയും റബ്ബർ കർഷകരെയും ദുരിതത്തിലാഴ്ത്തുന്നതിനൊപ്പം സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം കുറയാനും വഴിയൊരുക്കുന്നുവെന്ന് MP NK പ്രേമചന്ദ്രൻ. സപ്ലൈകോയുടെ അധീനതയിലുള്ള മാവേലി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 15 ലക്ഷത്തിൽ പരം രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ അസിസ്റ്റന്റ് മാനേജർ 5 വർഷത്തിനു ശേഷം പിടിയിൽ. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.